ഓക്കെ, ഫ്യൂ ഡേയ്സ് അഗോ, അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ എൻ്റെ ഷോപ്പ് ഇതാണ് നമ്മളിപ്പോൾ ഉള്ള റെയിൽവേ സ്റ്റേഷൻ കണ്ട ട്രെയിൻ ഉണ്ട. ഇത് ഫക്രിപ്പൂർ എന്ന് പോകുന്ന ട്രെയിനാണ്. ഫക്രിപ്പൂർ ടു ഷൊണക്പൂർ സ്ലീപ്പർ ക്ലാസ് ആണ്. ഇതാണ് ഇവിടുത്തെ ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിൽ. ഇത് ഇവിടെ കുറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ട്. എന്താണ് സംഭവം എന്ന് നമുക്ക് നോക്കാം. ഹലോ, ഹായ് എന്താ രസോ, മൊഞ്ചം തന്നെ. നിനക്ക് പാല് വേണോ? പാലാ? അനക്ക് വേണ്ട. അയ്യേ, ഇതാരാ പുതിയ ആള്? ഇവിടെ വേറെ ആളുണ്ട്. ഇതെന്താ ഡോറന്റെ കുപ്പായ? നല്ല രസമുണ്ട്, മൊഞ്ചനായിട്ടുണ്ട്. ആ താങ്ക് യു. ഇതാരാ നോക്കുന്നത്? എന്താണ്? ഞാനന്നിവിടെ കടന്നോട്ടെ, കൊറേ സമയം ജോലി ചെയ്തിട്ട് ക്ഷീണിച്ചിനി. കടന്നോ, ഞാനെന്ന് പറയുന്നൊന്നുമില്ലല്ലോ. നിങ്ങൾക്ക് തോന്നി പോലെ ചെയ്തോ. എന്റെ റെയിൽവേ സ്റ്റേഷൻ ഒന്നല്ല. ആണെങ്കിൽ എന്താ ചെയ്തോ. ഇവിടെ ഒരാളുണ്ട്. അടിച്ചു നിന്റെ കണ്ണി ഞാൻ പൊട്ടിക്കൂ. ഞാനെന്താക്കീനേ? ഞാനൊന്നാക്കിയില്ലല്ലോ. ഇവരെല്ലാം എന്താ ലേഡീസിന്റെ ചെരുപ്പിട്ടിനി? നീ എന്താടാ പൊട്ടനാണോ? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. വെറുതെ ആൾക്കാരെ പൊട്ടെന്നല്ല വിളിക്കുന്നത്. അടിക്കാൻ കഴിയും, ഞാൻ അടിച്ചിട്ടേനെ ഇപ്പൊ. നിനക്കതിൽ വിശ്വാസമുണ്ടോ? ഏതില്? എന്തില് വിശ്വാസം ഉണ്ടോ? നിങ്ങളെനിക്ക് അറിയില്ല, പിന്നെ ഞാൻ എന്തിനു വിശ്വസിക്കുന്നു? പാലില് പിടിയാൻ തോന്നിയത്, പാലില്. ഹായ്, ബണ്ണുണ്ട്. വടാപ്പാവ്. ഡാം, ഐ നീഡ് ടു വർക്ക് അഗൈൻ. ഓ അക്കേടി, നമ്മള് ഈ പീടിയന്റെ ഓണറാണ്, ഈ പീടിയിലെ പണിക്കാരനാണ്. ഞാൻ ഫസ്റ്റ് പത്രം ഒന്ന് വായിക്കട്ടെ. പത്രം ഒന്ന് വായിക്കണം. നമുക്ക് ഇതല്ല പത്രം വായിച്ചേക്കാം. ട്രെയിനിന്റെ റെയിൽവേ ടിക്കറ്റ് പ്രൈസ് മാർച്ച് 1 മുതൽ കൂട്ടും പോലും. ഓ മൈ ഗാഡ്, സാഡ് ന്യൂസ്. ഈ പത്രം ഫുൾ വായിക്കണം. എനിക്കിതൊന്നും താല്പര്യമില്ല. ഞാൻ അങ്ങനെ പത്രം ഒന്നും വായിക്കാറില്ല. കസ്റ്റമർ ഉണ്ടോ? എന്താ വണ്ടി ചേട്ടാ? പറ. നല്ല പിങ്ക് കുപ്പായിലിട്ടിട്ടുണ്ടല്ലോ, പറ. നല്ല സുഖം തന്നെ മോനെ, നല്ല സുഖം. നല്ല കച്ചവടം നടക്കുന്നുണ്ട് ഇന്ന്. ഒരു വടാപ്പാവും ഒരു ചായയും. തരാം മണി, ഇപ്പൊ തരാം. ബില്ല് പിടിച്ചോ. വടാപ്പാവിന് ചായന് ഇപ്പിടോ. ബില്ല് പിടിച്ചോ. വടാപ്പാവ് എടുക്കണ്ടേ? ചേട്ടാ വടാപ്പാവ് അവിടെ ഉണ്ട്. അനക്കറിയാൻ അടുത്തോളാപ്പാ. വടാപ്പാവ് ഇത് ഞാൻ പുതിയ പണിക്കാരനാണ് എടുത്തത്. അല്ല, വടാപ്പാവ് ഇത് പാവ്. എന്നാ പിടിച്ചോ, പാവ് പിടിച്ചോ. അപ്പൊ വട തരും? വട ഞാൻ തരും. പിടിക്ക് ഫസ്റ്റ്. അക്ക് പാവും കൂടി പാടോ. ഇത് മിക്സ് ആക്കണോ? ഇത് ഇവിടെ വെച്ചിട്ട് ഇടാ. കട്ട് ഫുജി പാക്കറ്റ്. ഫുജി എടാ, എനിക്കതാ ഫുജിന്ന് അറിയോ? എടാ, ഇതൊന്നും അറിയാണ്ടോ പീടി അടുത്തത്? ഇതാ ഫുജി എടുക്കാൻ കഴിയുന്നില്ല. ആദ്യം പാവടത്തന്നെ വെക്കാം. അവിടെ വെച്ചേ. അവിടെ പിക്കപ്പോ ഡ്രോപ്പ് ചെയ്യാൻ എന്തോ കണ്ടു. അല്ല, പാവ് പോയി. നിലത്തൂടെ നിർത്താ പ്രശ്നമാവോ? നിലത്തൂടെ നല്ല തുന്നലുണ്ടാ ചേട്ടൻ? അതൊന്നും കുഴപ്പമില്ല, ഞാനെല്ലാം തിന്നും. വൃത്തിയില്ലാത്തവരാണ് ഞാൻ. അത് കണ്ടപ്പോഴേ തോന്നി. ഫുജി പാക്കറ്റ്. അയ്യോ, എന്റെ ഫുജി പോയി. അല്ല, മാഗിയാന്ന് തോന്നുന്നു ഫുജി എന്ന് പറയുന്നത് അല്ലേ? ഇവിടെ താഴെ എന്തൊരു പീടിയക്കാരോടോ എല്ലാം നശിപ്പിക്കാമല്ലോ. ഞാൻ ഫസ്റ്റ് ഡേ ആണ്. ഷുഗർ നിങ്ങൾക്ക് എന്താ വേണ്ടേ? ഇവിടെ എനിക്കൊരു വടാപ്പാവ് ചായ എത്ര സമയമായി പറയുന്നു. ഗൈസ്, എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല. ഈ ചങ്ങായിക്ക് പാവം എടുത്തിട്ടൊരു കാര്യമില്ല. വട എവിടെ ഉണ്ടായേ? ഇവിടെ തോനെവിടെ പോകുന്നു? ഞാൻ വട എടുത്തിട്ട് വരുന്നാടോ. വടയെടുത്ത് അപ്പടി പാക്കറ്റിൽ പൊതിഞ്ഞ് തന്നാ മതിയാ? അല്ല, ഇത് പത്രം വായിക്കുന്ന പേപ്പറോ? പോയി. അല്ല, എന്റെ പടയും പോയി. പേപ്പർ പ്ലേറ്റ്. മനസ്സിലായി. വടാപ്പാവ് എടുത്തിട്ട് ഇന്റെ മേലൊക്കെ. മനസ്സിലായി. ഇനി വടയെടുത്തിട്ട് ഇന്റെ നോക്കാം. മനസ്സിലായി. ഇപ്പൊ അതിന്റെ ചൂടോടെ സാധനം വരുന്നുണ്ട്. ഇനെന്താ തേക്കാൻ എന്തെങ്കിലും ഉണ്ടാ? മതിയില്ലേ? വടാപ്പാവ് ചായയും. ചായ ആക്കുന്നുണ്ടേ. ചായ ആക്കലും എങ്ങനെയാ നമുക്കറിയില്ല. ചായപ്പൊടി റോങ് ആയിട്ടോ. അപ്പൊ വെള്ളം എവിടെ ഇടുക? വെള്ളയിക്കണ്ടേ? വെള്ളിതാ. വെള്ളം കിട്ടി. വെള്ളം നിറച്ച് ചൂടാകുന്നുണ്ട്. വെള്ളം നിറച്ച് ചായ ആവുന്നുണ്ട്. ചായപ്പൊടി. ചായപ്പൊടി എന്ന് പഞ്ചസാര. എത്ര വിത്തട്ടാണോ? ഷുഗർ ആണോ അത് വിത്തട്ടാണോ? എടാ, താഴെ ദാഹിച്ചിട്ട് ബസ്സിട്ട് വേഗം തരുമോ? പിടിച്ചോ. എന്നാ ആക്കിയിട്ടുണ്ട്. ഷുഗർ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ ചൂടാവും. തിളക്കുന്നുണ്ട്. ഇഞ്ചി ഇടണോ? ഇഞ്ചി. എടോ, ഇജ്ജോ കുജ്ജോ ഇതൊക്കെ ഇട്. എന്തൊക്കെ ഇടാ. പിടിച്ചോ. റോങ് ആയിട്ടാണ് ഇത് ഇടാൻ കഴിയില്ല. സോറി. മതിയില്ലേ? ആയില്ലേ? അല്ല, ഇത് ഗ്ലാസ് എവിടെ? ചായന്റെ ഗ്ലാസ് ആണ്. നിങ്ങൾ ഈ പാത്രത്തിൽ കൈയിട്ട് കുടിച്ചോ. ഇതാ കപ്പ്. മതി. ചായ മറക്കട്ടെ. റോങ് ആയിട്ടോ. എന്തുവിടാ? ടേക്ക് ഫുജി പാക്കറ്റ്. ഉണ്ടാക്കേണ്ട റെസിപ്പി ഉണ്ട് കേട്ടോ. ചായ ഉണ്ടാക്കേണ്ട. അവിടെ ചായ ഇപ്പം തിളക്കോ കത്തി പിടിക്കോ. ആഡ് വാട്ടർ ഇൻ ടീ പോട്ട്. ആഡ് ടീ ലിപ്സ് ചെയ്ത് ആഡ് ഷുഗർ ഇട്ട് മിൽക്ക് ഇടണോ? സോറി പാൽ ചായ ആണല്ലോ ചോദിച്ചേ. കൊക്കക്കോള ഇട്ടുണ്ട്. പറ്റി കൊക്കക്കോള ചായ വേണോ? മനസ്സിലായില്ലേ? സാധാ ചായ. സോറി, ഞാൻ തമാശക്കല്ലേ. വൈസോ ആംഗ്രി ബ്രോ. നമ്മൾ ചില്ലാവ്. ഇഞ്ചി ഇടണോ? ഇഞ്ചി വേണമെന്നല്ലേ? ഇഞ്ചി തലത്തൂണ ഇഞ്ചി കാണുന്നില്ലല്ലോ. ഇഞ്ചി തീരാനായി. ഇട്ടിട്ടുണ്ട്. ഇഞ്ചി ഇട്ടിട്ടുണ്ട്. പിന്നെന്താ വേണ്ടേ? വെയിറ്റ് ആക്കി. എന്തെല്ലാം സുഖം തന്നെ അല്ലേ? ഇപ്പൊ തരോ? ഞാൻ അപ്പുറത്ത് പിടി പോട്ടെ. എന്നാ പോ. അപ്പുറത്തെ പിടി പോ. അതിനപ്പുറത്ത് പിടിയില്ലല്ലോ. വെയിറ്റ് ആക്കി. സാധനമായി. ചായ എടുക്കാം. സെർവ് ചെയ്യാം. ചായ
ചായ ഇത് ചായനെ ഇവിടെ വെക്കുക ചായ നാവോ മേത്തൊക്കെ അങ്ങ് ഒഴിക്കട്ടെ എടുക്ക് ഇങ്ങനെ മടി കൊണ്ടുതരാൻ കഴിയോ വേണമെങ്കിൽ എടുക്ക് ഗെയിമിൽ ഇങ്ങനെ കൈ നീട്ടിട്ട് എടുക്ക് വടാപ്പാവ് വെച്ചാൽ മതി അല്ല ചായ പറഞ്ഞു വടാപ്പാവിൽ എന്ത് ഇടാനില്ലേ വടാപ്പാവാക്കേണ്ട സാധനങ്ങൾ നോക്കട്ടെ ഓ മുളക് ഇട്ടില്ല വടാപ്പാവിൽ മുളക് ഇടണം ആ സാധനം റെഡി എന്നാ പിടിച്ചോ ചേട്ടാ വടാപ്പാവിൽ ചായനെ എടുക്കട്ടെ ചായ പിടിച്ചോ സാധനം എല്ലാം റെഡി എടുത്തോ കുടിച്ചോ സന്തോഷമായില്ലേ ഓ ഇത്ര സമയം എടുത്തിട്ടാ കിട്ടിയേ ആ സോറി ഫോർ ഡിലേ ഇതെടുത്തോ കുടിച്ചോ പോയിക്കോ ചായ വടാപ്പാവും കൊള്ള ഞാൻ പാഡിൽ മൂത്രച്ച്. ഓ ടേസ്റ്റ് കൊണ്ട് ചങ്ങായി പാഡിൽ മുത്തറിച്ചു എന്താണ് കസ്റ്റമർ ഒന്നും വരുന്നില്ലല്ലോ ഞാൻ എന്താക്കണ കസ്റ്റമർ നടത്തം കണ്ടില്ലേ എന്താ വേണ്ടേ ചായ വേണോ വട വേണോ ആ കാപ്പി ഇവിടെ ഉള്ളു കറക്റ്റ് വഴി മറന്നുപോയി ചായ വേണോ ചേട്ടോ താ തൊന്റെ പടി നോക്കി പോടോ. ആ ഞാൻ എൻ്റെ പണി നോക്കിയിട്ട് തന്നെ പോകുന്നു ചായ കാപ്പി ആയി കോപ്പി ഡറിച്ചല്ല കോപ്പി ഡോറ ഓക്കെ അപ്പറ എന്താണ്ടേ സെമ്പായി സെമ്പായി ഒന്നും ഇടില്ല എന്ത് സെമ്പായി നിങ്ങൾ എന്താ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലേ സംഭായോ സംഭായി ഒരു പ്ലേറ്റ് ഫുജിയും ഒരു കാപ്പിയും. ആ ഇത് മര്യാദക്ക് പറയണോ ഞാൻ തരാലോ ഓ മര്യാദക്ക് വെക്കണ്ടേ സംഭായ് എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ആഡ് വാട്ടർ ടു ദ ഫുജി പോട്ട് വെള്ളം എടുക്കുക നുറക്കുക ഫുജി ഇടാം എൻ്റെ ടേസ്റ്റ് മേക്കർ ഇടാം ടേസ്റ്റ് മേക്കർ ഇട്ടിട്ടുണ്ട് ഇനി വെയിറ്റ് സാധനമായി എന്തുകൂടാനുണ്ടല്ലോ ടേക്ക് ബൗൾ ആ ഇതല്ലേ ബോളിൽ ഇട്ടിട്ടുണ്ട് സർ എന്നാ പിടിച്ചോ എന്നെന്താ പറഞ്ഞേ എടാ കാപ്പി ഉണ്ടാക്കേണ്ട റെസിപ്പി ഇവിടെ ഇല്ല സമൂസ ആ ടേക്ക് 1 പെപ്പർ കപ്പ് കോഫി മെഷീൻ ഉണ്ട് ആ ഭയങ്കര തന്നെ മലായി കോഫി ആണല്ലേ വെയിറ്റ് പേപ്പർ കോഫി സർ എന്നാ പിടിച്ചോ എന്നാ എടുത്തോ എന്നാ പിടിച്ചോ നല്ല ടേസ്റ്റ് ഉണ്ട് സംഭായ് അരികാട്ടോ അരികാട്ട ആ ഓക്കെ നീ എന്താടാ പറഞ്ഞേ? ഒന്നുമില്ല അങ്ങായി പോ എടുത്തിട്ട് പോ ഓ മൈ ഗാഡ് വടാപ്പാവ് അതാ മറ്റേ ആള് എണീച്ചിട്ടുണ്ട് റെസ്റ്റ് എടുത്ത് ആള് ക്ഷീണലം മാറിയെന്ന് തോന്നുന്നു വീട്ടിൽ പോക്കായി തോന്നുന്നു ചേട്ടാ പോക്കയാ ആടനാ പോക്കായി എന്നാ ചാറ്റ ഒരു സമൂസിന്റെ പൈസ എത്രയാ അനക്കാന്റെ ഭാര്യ കൊടുക്കാനായിരുന്നേ. സമൂസന്റെ പൈസ 20 റുപ്യ 20 റുപ്പീസ് ഓൺലി. എന്നാ ഒരു ഭാര്യയും ഒരു സമൂസയും അല്ല ഒരു സമൂസയും ഒരു കാപ്പിയും എന്റെ ഭാര്യക്കാണേ. ഇപ്പൊ തരാം എന്നാ പിടിച്ചോ ബില്ല് ഇപ്പൊ തരാലോ എന്തായാലും പറഞ്ഞ സമൂസയും ഭാര്യ അല്ല സമൂസയും എന്താ കാപ്പി ഓക്കെ എന്നാ കാപ്പി പിടിച്ചോ സമൂസ റെസിപ്പി ടേക്ക് ദ പേപ്പർ പ്ലേറ്റ് എടുക്കുക സമൂസ പാക്കിംഗ് സ്റ്റേഷൻ ഓക്കെ എൻ്റെ ഇടാ സമൂസ ഇടാം കെച്ചപ്പ് ആ സോസ് ഉണ്ട് സോസ് ഇടാം ആ ഓക്കെ എല്ലാം റെഡി എന്നാ പിടിച്ചോ ഓർഡർ നോട്ട് കംപ്ലീറ്റാ ഇനെന്താ വേറെന്താ പറഞ്ഞേ സമൂസ ചായക്കപ്പ് ഓ ചായ ആയിരുന്നു ഓർഡർ ചെയ്തേ ഓടോ ഞാൻ ചായക്കല്ല പറഞ്ഞേ നീ എന്തിനാ കാപ്പി എടുത്തേ. സോറി ചേട്ടാ ഞാൻ കുടിച്ചോളാം ആയിട്ടുണ്ട് എന്നാ പിടിച്ചോ സമൂസയും വടാപ്പാവും വല്ല ചായപ്പൊടിയും വല്ല കാഫിയും സമൂസ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് എന്റെ ഭാര്യ റേച്ചലിന് ഇത് ഇഷ്ടാവും. ആ സന്തോഷം പിക്കപ്പ് ഡേർട്ടി കപ്സ് എവിടെയില്ലേ കച്ചറ പിടിച്ച പാത്രങ്ങൾ ഗ്ലാസ് കപ്പുകൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു എനക്കൊന്ന് ചായയും കാപ്പിയും കുടിച്ചിട്ട് അവർ ഇവിടെ തന്നെ കളഞ്ഞിട്ട് പോയിട്ടുണ്ട് ഇതെല്ലാം പുറക്കല നമ്മളെ പണി ആ ഇതാ കണ്ട കുടിച്ചിട്ട് ഇവിടെ വെച്ചിട്ടുണ്ടില്ല അടുത്തത് എല്ലായിടത്തും വെച്ചിനി അല്ല എന്താ ചേട്ടാ ചായ കുടിച്ച് വിടാന്ന് പാത്രം വെക്കല് ചെയ്ത് നീ എന്തിനാ എന്റെ പേരിലിടുന്നു. പിന്നെ ആരാ ചെയ്ത് ഞാനാ അല്ല മ്യൂസിക് മാറിയല്ലോ നിങ്ങൾ ആരാ മ്യൂസിക് മാറ്റിയാ ആരാ വീട്ടിൽ പോകാനാ ആ വീട്ടിൽ പോയാ വീട്ടിൽ പോ മതി ഇന്നത്തെ ജോലി മതി എന്തോ മ്യൂസിക് മാറിയപ്പോ പേടിയായി നമുക്ക് ജോലി മതിയാക്കി ഓക്കെ നെക്സ്റ്റ് ഡേ ആയിട്ടുണ്ട് തോന്നേ എന്തോ പറഞ്ഞു എന്താ ചേട്ടാ ആടുന്ന് കുടിച്ചിനാ ആടും പാടും തനിക്കെന്താടോ അനക്കൊന്നുമില്ല ജസ്റ്റ് ചോദിച്ചതാ എന്താ സോംബിയാ ഈ ജീവിതത്തിൽ വേദനകൾ മാത്രമേ ഉള്ളൂ അതന്നെ വെറൂ ചായയാക്കലും കാപ്പിയാക്കലും എന്റെ പണി ആ ചേച്ചിയല്ലേ ചേച്ചി എന്തീ മാസ്ക് ഇട്ടിട്ട് വന്നിനി ജീവിക്കാൻ വിടുക ആരെ വിടാൻ ഞാൻ വിടാ നിങ്ങൾ നമ്മളെ ചങ്ങായി റെസ്റ്റ് എടുക്കാൻ വരുന്ന ആള് എപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടല്ലേ നിങ്ങൾ റെസ്റ്റ് എടുക്കല് നീ എന്നെ ഒരിക്കലും ഇവിടെ കടക്കാൻ പിടിയില്ലടേ. സോറി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞില്ലല്ലോ ഇതെന്താ എല്ലാവരും സ്വഭാവം മാറിയ ഓ ഇന്നലെ നേരത്തെ മറ്റേ ഒരാൾ സമൂസ വാങ്ങാൻ വന്നില്ലേ ഭാര്യക്ക് വേണ്ടിട്ട് അയാളെ ഭാര്യ ഒളിച്ചോടി പോയി പോലും ഏതോ കാമകൻ്റെ കൂടെ ഒളിച്ചോടി പോയി പോലും ഇതെല്ലാം എന്താന്ന് വാർത്തയില് ഇന്നലത്തെ സമൂസ വാങ്ങിയ ചേട്ടന്റെ ഭാര്യ ഒളിച്ചോടി പോയത് അറിയോ ചേട്ടൻ അറിയോ സിസ്റ്ററാ പെങ്ങളെ ഏത് പെങ്ങള് ഞാനൊരു ആണാന്ന് ആ ആണേ ഒരു മാഗി അല്ല ഫൂഗി ഒരു കൊക്കില കോള കൊക്കക്കോളയാന്ന് ഉദ്ദേശിക്കുന്നത് കൊക്കക്കോള എന്നാ പിടിച്ച ഒരു കോകില കോള ആ വെറുതെ ഇതിന്റെ പേര് കോകില കോള എന്നാ കൊക്കക്കോള എന്നല്ല സോറി ചേട്ടാ വെറുതെ തെറ്റിരിച്ച് ഇനി പ്ലേറ്റ് എടുക്കണ്ടേ എന്നാ പ്ലേറ്റ് പിടിച്ചിട്ടുണ്ട് എന്നാ പിടിച്ചോ എന്നാ കോകില കോളയും ഫുജിയും എടുത്തോ ഹേയ് സുഖല്ലടാ മുട്ടേ. ആ ഞാൻ സുഖം തന്നെ എന്തല്ല ചേട്ടാ പറ എന്താ വേണ്ടേ
ഒരു ചായയും ഒരു വടപ്പാവും. ആ ഇപ്പഴത്തരാം എന്നാ ബില്ല് പിടിച്ചോ. ഒരു ചായ ഒരു വടാപ്പാവും. ഫസ്റ്റ് ചായ ഉണ്ടാക്കട്ടെ. ചായയിൽ വെള്ളം എടുക്കാം, ചായപ്പൊടി ഇടാം, പഞ്ചസാര ഇടാം, പാലിടാം. ഞാനിത് പ്രോ ആയിട്ടോ, ചായക്കാരനായ. ഇഞ്ചി ഇടാം, മുളകിടാം. പിടിച്ചോ. വടാപ്പാവ് റെഡി. ചായ ഇപ്പം എടുത്തിട്ട് വരുന്നത് ഒന്നും കൊണ്ട് മേച്ചറാവണ്ട. ചായ എടുത്തിട്ടുണ്ട്. എന്നാ ചായ പിടിച്ചോ. എന്നെന്താ വേണ്ടേ? ഹായ്, നല്ല രസമുണ്ട് കാണാൻ. ഒരു 500 രൂപയ്ക്ക് ചില്ലറ ഉണ്ട് അവിടെ ചേഞ്ച്. സോറി ചേട്ടാ, എൻ്റെ അടുത്ത് ഇല്ല. ഇപ്പൊ ഷോപ്പ് ഇപ്പോൾ തുറന്നിട്ട് എത്ര ചില്ലറൊന്നും ഉണ്ടാവില്ല. എന്നാ കുഴപ്പമില്ല, ഇന്ന 500 നീ എടുത്തോ, ബാക്കി വെച്ചോ. 5 ഉറുപ്പ്യ ഒരു ചായക്കും വടക്കും. ഓക്കെ, കുഴപ്പമില്ല. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇന്നത്തെ കച്ചവടം മുതലാളായി. പൈസ കിട്ടി. അതാ സോംബി ഇങ്ങോട്ട് വരുന്ന സോംബി. വടാപ്പാ 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 വടാപ്പാ. എന്താ വേണ്ടേ? വടാപ്പാവ് വേണോ? ഞാൻ എന്താ ട്രെയിനിന് വേണ്ടി കാത്തുക്കത്തിയാണ്. എൻ്റെ പ്ലെയിന് ക്യാൻസലായി, അതുകൊണ്ട് ട്രെയിൻ എടുത്തിട്ട് പോവാന്ന് വിചാരിച്ചു. അയ്യോ സാഡായല്ലോ ഇത്. എന്നിട്ട് ഓരോ വടാപ്പാവ് വെച്ച് ആയും തരോ? എന്നാ വടാപ്പാവ് ചായ ഇപ്പാക്കി തരേ. എന്നാ ചായ റെഡി. എന്നാ ചേട്ടാ ചാട്ടന് ഒരു ചടാപ്പാവും വടാപ്പാവും ഒരു ചായയും. ഇനെന്താ വേണ്ടേ? ഓർഡർ കംപ്ലീറ്റ് ആയിട്ടില്ലല്ലോ. വടാപ്പാവും ചായ അല്ലല്ലേ, കോഫിയാണ്. സോറി മൈ മിസ്റ്റേക്ക്. ഞാൻ എപ്പോൾ മാറിപ്പോകും. ഇത് ഈ തെറ്റായ കാര്യങ്ങൾ എപ്പോൾ ഞാൻ മാറിപ്പോകും. മലായി കോഫിയാണല്ലേ. പിടിച്ചോ. സോറി ചേട്ടാ, വെറൂ ഓർഡർ ആയിട്ട് പോവേണ്ടേ. വടാപ്പാവ് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ കണ്ടിട്ടാ തിന്നോക്ക്, നല്ല ടേസ്റ്റാണ്. എൻ്റെ ട്രെയിൻ ഇപ്പം വരുന്നതായിരിക്കുന്നു. അത് ഒരു രാവിലെ 12 മണിക്ക് എത്തേണ്ടതാണ് ശരിക്കും ട്രെയിന്. നീ ഏത് ട്രെയിനാ വരുന്നത്? ഏത് ട്രെയിനാണ്? അത് ഷോണക്പൂർ എക്സ്പ്രസ് ഇല്ലേ? പക്ഷെ ആ ട്രെയിന് രാവിലെ പൊലച്ചക്ക് 12 മണിക്കല്ല, ഉച്ചക്ക് 12 മണിക്കാന്ന് കേട്ടാ. തെറ്റിപ്പോയിന്നാ തോന്നുന്നു. ഉച്ചക്കോ? സോറി ചേട്ടാ, ട്രെയിൻ മാറിപ്പോയി. നിങ്ങൾ ഏതോ ലോകത്തെ ഇല്ലേ, ആ ട്രെയിനിൽ ഉച്ചക്കെ പോയി. എന്നിട്ട് രാത്രി 12 മണിക്ക് കാത്തുക്കുന്നത് കിട്ടി. വട്ടമ്മ എന്താ പൊട്ടിയേ? പീടിനുള്ളിൽ എന്റെ പീടിയിൽ കള്ളം കയറി. എന്റെ ചായപ്പീടിയിൽ കള്ളം കയറി. പേടിയാന്ന്. നോ ഗൈസ്, അവിടെ എന്തോന്ന അവിടെ ആരുണ്ട്? അവരാട് എന്താ ആരത്? എന്ത്? ആരായി കുടീനെ കൊന്നേ? ഞാനെന്തിപ്പോ ചെയ്യാ? എല്ലാരും പിടിക്കും ഞാനാ കൊന്നേന്ന്. അല്ല, ഇപ്പൊ തീവണ്ടി വരൂ. ഞാൻ ഈ ബോഡി അടങ്ങ് കളയാൻ തോന്നും. ബോഡി എടുത്തിട്ട് ട്രാക്ക് കളയാം. എന്നാ പിടിച്ചോ. അയ്യോ, ട്രാക്കിൽ പോവാത്തെ. അല്ല, ഈ ബോഡി എന്നത് കോണേ സ്ക്രീൻ പോലെ വെക്കുന്നു. അവിടെ ആരോ കണ്ണില് ഫോർക്ക് എടുത്ത് കുത്തി വെച്ചിന്. പാവ എന്നിട്ട് ഇതാ വീട്ട് കിടക്കട്ടെ. ആടുന്നോട്ടെ ചേട്ടാ, ട്രെയിൻ വരുന്നുണ്ടേ, സൂക്ഷിച്ചു കടന്നു. അല്ല, ട്രെയിൻ വരുന്നു. ഇതിന് ഞാൻ കൊന്നാ പറയാ. ആരോ കൊന്നിട്ട് അവിടെ എന്റെ ഷോപ്പിൽ കൊണ്ടിട്ടിനി. വാട്ട് എ ട്രാജഡി. അച്ഛാ, അയാളാന്നത്? ഇതെന്താന്ന്? റെയിൽവേ സ്റ്റേഷൻ ഷോപ്പ് കളറായി എന്തോ നടക്കുന്നുണ്ട്. ഹലോ, നിങ്ങളാ മരിച്ചേ? ക്യൂ ഹോ ബേബടി ക്യാ ബാബടിയാ? ഏത് ഇതെന്താ കണ്ട? ഞാൻ ഡേ ആഫ്റ്റർ ദ ഡ്രങ്കഡ്. പിറ്റേ ദിവസമായി. എന്തൊക്കെയോ നടക്കുന്നുണ്ട് ഗൈസ്. അതിനെന്താ വേണ്ടേ? വീട് വെച്ചിട്ടാണ് ആളുടെ. സ്വപ്നം കണ്ട. സ്വപ്നം നത്തിങ് സീരിയസ്. സ്വപ്നം. ഒരു കുടിയൻ റെയിൽവേ ട്രാക്കിൽ വീണ് ട്രെയിൻ അടിച്ച് മരിച്ച്. അപ്പൊ അത് സ്വപ്നമല്ല, ഞാൻ വേറെന്തോ സ്വപ്നം കണ്ടതാ. പ്രേതത്തിനെ. സംഭവം ശരിക്കും ആ ബോഡി ഞാൻ റെയിൽവേ പാളത്തിൽ ഇട്ടിനി. പക്ഷെ ആ പ്രേതത്തിനെ പോലെ കണ്ടത് സ്വപ്നമാണ്. നിന്റെ പീടിയ കാണാൻ വൃത്തികേടായിട്ടുണ്ടല്ലോ. വൃത്തിയാടോ? എന്ത് വൃത്തിയാടോ? അത് വൃത്തിയിട്ടില്ല. എന്താ? എന്നാ ഒരു ചായയും ഒരു കോകിലെ കോളയും. ഇപ്പൊ തരാം. കോകില കോളയും ചായയും. ആരെങ്കിലും ഇതെല്ലാം മിക്സാക്കി കുടിക്കോ? ചായയും കോകില കോളയും. സമൂസ നിന്റെ പീടിയ പോലെ തന്നെ ചൊയക്കുന്നു. എന്തിനാണ് ഒരു വൃത്തിട്ട സമൂസ? എന്റെ പീടിയ പോലെ ചോദിക്കാൻ മീൻസ് ഞാൻ നിന്റെ പീടിയിലില്ലേ ഒരു സാധനം വെച്ചായിരുന്നു. അത് എന്റെ പെട്ടിയും സാധനം അവിടെ ഉണ്ടാ. അതൊന്ന് സൂക്ഷിച്ചു വെച്ചേട്ടെ, ഞാൻ വെയ്യ വന്നിട്ട് എടുത്തോളാം. ഒരു മിനിറ്റ് ചേട്ടാ, നിങ്ങൾ എന്താ ഉദ്ദേശിച്ചേ? നിക്ക്. എന്ത് സാധന? ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ഓക്കെ. ഈ പെട്ടിയുടെ വെച്ചെന്നായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവാ. ഹലോ. ഓയ് നിങ്ങളെന്തോ ഒരു ടെൻഷൻ അടിച്ചതുപോലെ കാണുമ്പോ ഏത് പറ്റി? ഒന്നുമില്ല, ഞാൻ കംപ്ലീറ്റ്ലി ഓക്കെ ബ്രോ. എന്തായിരിക്കും ഒരു ചായയും അല്ല, എന്തായിരിക്കും ഒരു കാപ്പിയും ഒരു ഫുജിയും? കാപ്പി ഫുജു അല്ലേ? ഇപ്പൊ എടുത്തേ. കാപ്പിയും ഫുജു ആണേ മറന്ന് ഓർമ്മിച്ചോക്കണേ. ഞങ്ങൾക്ക് മാറിപ്പോന്നില്ലേ. ഫുജി എടുക്കാം, പിടിക്കാം. കോഫി റെഡി. നല്ല ഉണ്ടല്ലോ കാണാന്. താങ്ക് യു. ഇന്നലെ നമുക്ക് ഇത് തന്നില്ല ടിപ്പ്. അതിന് നന്ദി ഉണ്ട് കേട്ടോ. 500 രൂപേന്റെ. ഓക്കെ. അതൊന്നും കുഴപ്പമില്ല, ഞാൻ ബല പൈസക്കാരൻ്റെ പോയില്ലേ. എന്നാ ഓക്കെ, ശരി ചേട്ടാ. ഹലോ, കട വേണോട്ടോ?
ഈ കടയാ, ഞാൻ തരും ചെയ്യില്ല. അതല്ല എന്റെ കുപ്പായത്തിന്റെ പേരെ കടവാണ് കേട്ടോ. സമയവും മൂത്രയ്ക്കാൻ മുട്ടലും ഒരിക്കലും ആർക്കും വേണ്ടിയും പിടിച്ചു വെക്കാൻ കഴിയില്ല. ആ ഓക്കെ, പിടിച്ചോക്കണ്ട. എന്നാ ഒരു വടാപ്പാവും ഒരു കോകില കോളിയും. എന്നാ പിടിച്ചോ വടാപ്പാവ്, കോക്കിൽ കോളയും. വടാപ്പാവ് ബാബ് ബാബ് വടാപ്പാവ് ബാബ് ബാബ്. ആ മതി, എടുത്തിട്ട് പോയേ. ഗാർബേജ് എടുത്ത് കളയണമെന്ന് പറയുന്നു. ഗാർബേജ് സ്റ്റേഷൻ എവിടെ? ആ ഇതെടുത്തിട്ട് ഗാർബേജ് സ്റ്റേഷൻ ബാക്കിലാന്ന് പറഞ്ഞു. വടാപ്പാവ് 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 ബാബ് ബാബ്. ആ പോയാ, വടാപ്പാവ് ഇവിടെ പോയാ. ഓക്കെ, ഇവിടെ വന്ന് ഗാർബേജ് ഉണ്ട് ഗൈസ്. ഇതുണ്ട, ഇവിടെ ഇങ്ങനെ ഇട്ടുക സാധനം റെഡി. ഇന്നത്തെ സമയം, ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് അയാൾ ആ പെട്ടി എടുക്കാനൊന്നും വന്നില്ല ഗൈസ്. നേരത്തെ അവിടെ ഒരു പെട്ടി കണ്ടില്ല, അയാൾ വെച്ചത് അത് എടുക്കാനൊന്നും വന്നില്ല. ഞാൻ അയാളെ വേഗം എടുത്തിട്ട് ഇപ്പോൾ വീട്ടിൽ പോകേണ്ടി വരും. ചെയ്യാ എന്നാ എടുത്തിട്ട് വീട്ടിൽ പോവാ. പിന്നെ അതിലും ബോഡി ആയിരിക്കോ ഒന്നും അറിയില്ല. ആരോ ബോഡിയെല്ലാം കൊണ്ട് വെക്കുന്നുണ്ട്. ഇവിടെ എന്തോ ഒരു ദുരൂഹത ഉണ്ട് ഇവിടെ നടക്കുന്നു. ആ പെട്ടിയുടെ പോയ അഡോൺസ് ചെയ്ത ലഗേജ് ബാക്കാ. പെട്ടി കാണുന്നില്ല. ആരോ കട്ടെടുത്ത്, അനക്കെന്നെ കണ്ടുപിടിക്കണം. അല്ലാ, അയാള് പെട്ടിയാരോ കട്ടെടുത്തൊന്നും കാണുന്നില്ല. ഇതാ വീണ്ടും ആരെയോ കൊന്നിട്ട് പെട്ടിയിലാക്കിയിട്ട്. ഇത് ആരായി ചെയ്യുന്നു? പൊന്നോ. ഓ, ആ പെട്ടി തന്നാൾ തന്നെ ആ ട്രെയിനുള്ളിൽ മരിച്ചു നടക്കുന്നത്. ഇതിപ്പോ ചെയ്യാ, ഈ പെട്ടെടുത്ത് ട്രെയിനുള്ളിൽ കയറ്റി വെക്കാം. അപ്പൊ ആരും അറിയില്ല. ട്രെയിനുള്ളിൽ കൊണ്ടുവെക്കാം. ഇതിങ്ങനെ നമുക്ക് ഇതന്നെ പരിപാടി. ആരോ കൊന്നിട്ട് ഓരോരാളുകളെ കൊണ്ടിടും, നമ്മ ഒളിപ്പിച്ച് വെക്കൂ. എന്താ അവസ്ഥയാന്ന് നോക്കിയാ. ഓക്കെ, ട്രെയിനുള്ളിൽ വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത പ്രേതം വരും. ഇപ്പം വീണ്ടും സ്വപ്നം. ഇതാ അടുത്ത പ്രേതം വന്നിട്ടാ. അത് അയാൾ വീണ്ടും വന്നിട്ടാ. സ്വപ്നം അല്ല, സ്വപ്നം. ആ അതാ ഇങ്ങോട്ട് വരുന്ന. നില്ല. പിറ്റേ ദിവസമായി. ഓക്കെ, ആരെങ്കിലും ബോഡി കണ്ടോന്ന് നോക്കണം. ന്യൂസ് പേപ്പറിലുണ്ടാവും. ഡെഡ് ബോഡി ഫൗണ്ട് ഇൻസൈഡ് ലഗേജ് ബാഗ് ഓൺ എ ഷോണക്ടോറെ. കണ്ടാ, പത്രത്തിലൊന്ന് നമ്മ അവിടെ ബോഡി കൊണ്ടിട്ടത് പത്രത്തിലൊന്ന്. ഹലോ, നിന്റെ കല്യാണം കഴിഞ്ഞതാണോ? കല്യാണം? എന്തിനാ പറ, കല്യാണം കഴിഞ്ഞതാണോ? ആ എന്റെ കല്യാണം കഴിഞ്ഞാ. എന്താ വേണ്ടേ? എന്നാ എനിക്കൊരു വെള്ളക്കുപ്പിയും അല്ല വാട്ടർ ബോട്ടിലും ഒരു സമൂസയും. ഇപ്പടുത്തരാ. കല്യാണം കഴിഞ്ഞ എന്തിനല്ല, എല്ലാം ഇയാൾ അറിയുന്നത്. ഒന്നനാ പോട്ടെ. അസ്സലാമു അലൈക്കും. ആ ശരി. ഓ, പാല് ഫില്ല് ചെയ്യാൻ മറന്നു. ഇവിടെ പാലില്ല. ആ അതാ പാല് വന്ന് എടുക്കുന്നുണ്ടല്ലോ സുഹൃത്തെ. അതെ, അവിടെ പാല് വന്ന് എടുക്കുന്നുണ്ട്. ആ കിട്ടി, പാല് കിട്ടി. ഒരു ഗ്ലാസ് പാല് തരോ? പാല് വേണമെങ്കിൽ പീടിയിലേക്ക് പോവാ. വീടിന്ന് ചോദിച്ചിട്ടും തരുവും ചെയ്യില്ല. പീടിയിലേക്ക് പോവാ, വേണ്ടവരല്ലോ. പാല് ഫില്ലാക്കിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ കല്യാണം കേൾക്കാൻ പോയെന്ന്. ആരന്നെയാ? എന്താന്ന്? അല്ല, നിങ്ങളെന്താ പറഞ്ഞേ? ഞാൻ പറഞ്ഞ കൺഗ്രാറ്റ്സ്. കല്യാണം കേൾക്കാൻ പോയല്ലേ. അതായിരിക്കും ഒരു ചായയും വടാപ്പാവും. ചായ? ഈ ചായ കൊള്ളാം, നല്ല രുചി. അല്ലോ, നല്ല രുചി എന്ന് പറഞ്ഞിട്ട് വിഷ കൊടുത്ത ഞാൻ. മൈ ഗാഡ്, എനിക്കെന്ത് പറ്റിയേ? ഇൻവെസ്റ്റിഗേറ്റ് ദ ബോഡി. എന്റെ ചായയിൽ ആരോ വിഷം കലക്കിന്ന് തോന്നുന്നു. പാലിൽ വിഷം. ഓ, എനിക്കെന്താ തോന്നുന്നറിയോ? ആ പെട്ടി പാലില്ല, അതിലാരോ വിഷം കലക്കിയിട്ടുണ്ടാവും. ചേട്ടൻ എന്ത് പറ്റിയേ? പോയ്സൺ അടിച്ച സംഭവം. ചായയിൽ പോയ്സൺ ആക്കി ഞാനല്ല. ഇപ്പൊ എല്ലാവരും പേർക്ക് ഞാനാ ചെയ്തതെന്ന്. ഇതും എടുത്ത് കളയണം. ട്രാഷ് ബാഗിലെടുത്ത് കളയാം. ട്രാഷ് ബാഗ് ഫ്രം ബിഹൈൻഡ്. ഇതില് ചങ്ങായിനെ കയറ്റിയിട്ട് കൊണ്ട് കളയാതാ നല്ലത്. ഇപ്പൊ ഇതന്നെ എന്റെ പരിപാടി. ഞാൻ ഒരു തെറ്റു ചെയ്യുന്നില്ല. എല്ലാം എന്റെ തലയിലാവൂല പഠിച്ചോനെ. ത്രോ അവേ ദ ഗാർബേജ്. എവിടെയൊക്കെ ത്രോ ചെയ്യണ്ടേ? ഓ, അവിടെ. ആ അത് ഐഡിയ ആണ്. മറ്റേ ഗാർബേജിന്റെ വേസ്റ്റിന്റെ മണ്ണടിച്ചിട്ട് ആരും ശ്രദ്ധിക്കൂല. ഇങ്ങോട്ടേക്കൊന്നും ആരും ഇതൊന്നും വന്ന് നോക്കൂല. ആരോ പാലിൽ പോയസം കലർത്തിയ സംഭവം. ആ പാലെടുത്ത് കളയണം. പാലെല്ലാം ഇപ്പടുത്ത് കളയണം. പാലിലാരോ പോയസം കലർത്തിയാണ്. ഇവിടെ ബോക്സ് പാലുണ്ടായി, അതെടുത്തിട്ട് നമ്മൾ ചായയിലാക്കി. അതിലാരോ പോയസം കലർത്തിയിട്ടുണ്ട്. ആ ഗൈസ്, എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്തോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, സബ്സ്ക്രൈബ് ചെയ്തോ. എന്തൊക്കെ നടക്കാൻ പോകുന്നുണ്ട് ഇപ്പൊ. എന്റെ ബോധം പോയി. ഞാൻ ചായ ഒന്നും എടുത്ത് കുടിച്ചിട്ടില്ലല്ലോ. എന്റെ ബോധം പോയസം കയറിയാ. ഹലോ, നിങ്ങളെല്ലാം എനിക്ക് 500 ടിപ്പ്. അയാള് മനസ്സിലായി. നിങ്ങളാ നീ ഇവരെല്ലാം കൊന്നത്? എന്തിനിതെല്ലാം നമ്മളോട് ചെയ്യുന്നത്? എന്തിനാ എന്നെ കെട്ടിട്ടെ? നിനക്ക് എന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല, പക്ഷെ നിനക്ക് എന്റെ അച്ഛനും ഓർമ്മയുണ്ടാവും. മറക്കാൻ പറ്റില്ലല്ലോ അല്ലേ? എന്റെ അച്ഛനോ? ഏതച്ഛൻ? ഒന്നും മനസ്സിലായില്ല. എനിക്ക് അച്ഛനുണ്ട്. അച്ഛൻ്റെ ആരാ നിങ്ങള്? ഓ, 10 വർഷം മുന്നേ എന്തോ കടന്നില്ല കേട്ടോ. 10 വർഷം മുന്നേ ഉള്ള സംഭവം ഇടാ. ഓ, 10 വർഷം. ടോക്ക് ടു ഓണർ. 10 വർഷം മുന്നേ ഈ ഷോപ്പ് നടത്തിയത് വേറെ ആരോ ആണെന്ന് തോന്നുന്നു. അതാ സംഭവം. 10 വർഷം മുമ്പ് നടക്കുന്ന കാര്യങ്ങളാണ് ഇപ്പൊ നമുക്ക് കാണാൻ പോകുന്നത്. പണ്ടേ ഫുജി ഉണ്ട്. ബോസ്, ഹലോ ബോസ്. എടോ, താനിട പണിയെടുക്കാൻ തുടങ്ങിയിട്ട് ഒരാഴ്ചയിലായിട്ടില്ലോ, എന്നിട്ടും ലേറ്റായി വന്ന് ഞാനെന്താ ചെയ്യാ? സോറി, എന്റെ ഭാര്യക്കൊന്ത് മുട്ടിന്റെ ഓപ്പറേഷൻ ഉണ്ടായിനി. മുട്ടിന്റെ അല്ലേ, ഇങ്ങനെ മുട്ടന്റെ ഓപ്പറേഷൻ ഉണ്ടായിനി. ഓ, മറ്റേ തലച്ചോറിന്റെ ഓപ്പറേഷൻ അല്ലേ?
തലച്ചോറല്ല മുട്ടേ. ഇനി വൈകിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്റെ തലച്ചോറ് അടിച്ച് പൊട്ടിക്കും. ഓക്കെ ബസ്, ലേറ്റ് ആവില്ല. ന്യൂ നൂഡിൽ ഇൻവെൻഷൻ. ഓ നൂഡിൽസിന് ഫുജി ഇപ്പൊ കണ്ടുപിടിച്ചതാണ് 10 വർഷം മുമ്പേ. സൂപ്പർ. ടേക്ക് ഓർഡർ ഫ്രം ദ കസ്റ്റമർ. ഇതാരാ പുതിയ ആൾക്കാരാണല്ലോ. ഫാഷൻ നോക്കിയാൽ പണ്ടേ കീറിയ പാൻറ്റും കീറിയ ഉപ്പായാലും ഉണ്ട് കേട്ടോ ഫാഷൻ. ആ ഒരു കോകില കോളയും ഒരു വടാപ്പാവും. കോകിലക്കോള വടാപ്പാവ്. ഞാൻ സ്പീഡായി കണ്ട, ഞാനല്ലേ പ്രൊഫഷണൽ ആയി കൈസ് കണ്ട, പ്രോ ആയി ഞാനല്ലേ വടാപ്പാവ് ഉണ്ടാക്കുക. ഐ എം ദ പ്രോ വടാമൈക്കർ. അതിനെന്താ വേണ്ടേ? ഇത് തിന്നപ്പോ ഞാൻ മരിച്ചതുപോലെ തോന്നി. വാട്ട്? ഒരു സമൂസന്റെ പൈസ എത്ര? 10 രൂപ സമൂസക്ക് 10 രൂപ. അപ്പൊ ചായന്റെ പൈസയോ? 5 രൂപ ചായക്ക് 5. എന്നാ ഒരു ചായ ഒരു സമൂസയും തന്നോളൂ. സമൂസ റെഡി. എന്നാ സമൂസ പിടിച്ചോ, എന്നാ ചായ പിടിച്ചോ. ഏട്ടാ എന്റെ പൈസ ഇല്ല ഏട്ടാ, പൈസ ഇല്ല. എന്റെ മോന് ഭയങ്കര വിശപ്പില്ലാന്ന്, അതുകൊണ്ടാണ്. ഇതെന്ത് തേങ്ങ പറയുന്ന? പൈസ ഇല്ലാണ്ടായിരുന്നെങ്കിൽ ചായ വാങ്ങാൻ വരും കൂടെ. സോറി ചേട്ടാ, പൊരുത്തപ്പെടണേ, എന്റെ മോന് വിശപ്പിച്ചല്ലേ. ഇങ്ങനെ തന്നെ പറ്റിക്കലെന്ന് ആദ്യം പറഞ്ഞാ പോരെ, എന്തിനിങ്ങനെ പറ്റിക്കുന്നത്? കുട്ടി ഉണ്ടാകുമ്പോ ഇതൊന്നും ചിന്തിച്ചിട്ടില്ലേ? പൈസ ഇല്ലാത്ത ആളല്ല എന്തിനാ കുട്ടി ഉണ്ടാക്കാൻ പോയേ? ചായ കൊടുക്കാൻ പൈസ ഇല്ലെങ്കിൽ പിന്നെ നീ എന്തിനാ കുട്ടീനെ ഉണ്ടാക്കാൻ പോയേ? എന്റെ സ്വന്തം കുട്ടീനെ നോക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ല. എന്താ അവസ്ഥയാണെടാ. ഭയ്യാ സോറി. എന്റെ പൈസ അങ്ങനെ നമുക്ക് കിട്ടണം. ചായന്റെയും ഞാൻ ഇപ്പൊ എന്തെല്ലാം ആക്കി തന്നെ. ചായ സമൂസേന്റെയും പൈസ ഒക്കെ ഇപ്പൊ കിട്ടണം. 15 രൂപ. എനക്ക് തരാൻ കഴിയാൻ എൻ്റെ അടുത്ത് ഇല്ല. എന്നാ ഇവിടുന്ന് പോ. ഇനി ഇങ്ങോട്ടേ വന്നിട്ടുണ്ടെങ്കിൽ കാലം അടിച്ചു പൊട്ടിക്കും. അയ്യോ ഈ പയ്യണ്ടല്ലോ പറിച്ച് എന്റെ മോനൊരു ചായയും ബാമൂശെല്ലാം ഞാൻ ചോദിച്ചിട്ടു. ഇതാണല്ലേ ഞാനൊരു ക്രൂരൻ തന്നെ. ഒരു ചായയും സമൂസയും വരെ ഫ്രീ ആയിട്ട് കൊടുക്കാൻ കഴിയില്ല. ഭയങ്കര സെൽഫിഷാണ്. നമുക്കൊന്ന് ഇയാളാന്ന് തോന്നുന്നു റിവെഞ്ച് എടുത്തിട്ടുണ്ടാവുക. ഇയാളാന്ന് തോന്നട്ടാ നമ്മളെ ഇതാക്കി. ഹൗ ആർ യു? ചോദിക്കേണ്ട ആവശ്യമില്ല. ഒരു പിച്ചക്കാരൻ വന്നിട്ട് എനിക്ക് ദേഷ്യം പിടിപ്പിച്ചിട്ടില്ല. കണ്ടാണ് ഒരു പിച്ചക്കാരൻ. ഓ അതാർക്കും ഒരു കുഴപ്പമില്ല. ഓക്കേ ഒരു കാപ്പിയും ഒരു ഫുജിയും. അല്ല എന്തോ സംഭവിച്ചിട്ടാ? പിച്ചക്കാരൻ അങ്ങോട്ടാ പോന്ന്? പിച്ചക്കാരാ അല്ല ട്രെയിനിന്റെ റെയിൽവേയിൽ വീണിട്ടാ പോയി. പിച്ചക്കാരനാ ട്രെയിൻ കുത്തി. ഐ ഗെറ്റ് ഇറ്റ്. നീ എന്താണോ എന്റെ അച്ഛനോട് പറഞ്ഞേ? ഞാനൊന്നും പറ്റില്ലല്ലോ. ഞാന് ചായയും അല്ല സമൂസയും കാപ്പി കൊടുത്തിട്ടില്ല ഫ്രീ ആയിട്ട്. അതാണ്. നീ എന്റെ അച്ഛനെ യൂസ്ലെസ് എന്ന് പറഞ്ഞില്ലേ? ഒരു 15 രൂപക്ക് വേണ്ടിട്ട് നീ എന്റെ അച്ഛനെ യൂസ്ലെസ് എന്ന് പറഞ്ഞില്ലേ? അതുകൊണ്ടല്ല എന്റെ അച്ഛൻ ട്രെയിനിന്റെ മുമ്പിൽ ചാടിയ ആത്മഹത്യ ചെയ്ത നീ കാരണം. സോറി, ഞാൻ അതൊന്നും ഉദ്ദേശിച്ചിട്ട് പറഞ്ഞില്ല. ബോസ് കളമ്പു. ബോസിന്റെ വീടിയല്ല, എന്റെ വീടിയല്ല, ബോസിന്റെ. ഉണ്ടാടുന്നോ? ഞാൻ വിചാരിച്ചു നിനക്ക് മരണം തരാന്ന്, അതാണ് ഈസിന്ന്. പക്ഷെ എനക്ക് നിന്നെ വേദനിപ്പിച്ച് നിന്നെ ജയിലിലിടണം. നീ ജയിലിൽ നിന്ന് ആരകിക്കണോടാ. പക്ഷെ നീക്ക് ഭാഗ്യമുണ്ട്. ഞാൻ ഓരോ ആളെ കൊന്നിടുമ്പോഴും നീ രക്ഷപ്പെടും അല്ലേ? ഇനി രക്ഷപ്പെടൂല. നീ ചാവും. എന്റെ അച്ഛൻ മരിച്ചതുപോലെ നീ ഇവിടെ കിടന്ന് ചാവും. പ്ലീസ് ഒന്നും ചെയ്യല്ലേ. സോറി, മാഫ് കരോ ബായ്. സോറി ഗായ്സ്. നേരത്തെ ഒരു പിച്ചക്കാരൻ വെച്ചിട്ടില്ല, ഇയാളെ മോനാന്നിത്. പുള്ളി ആത്മഹത്യ ചെയ്തതിന്റെ റിവെഞ്ച് അന്നിലെടുക്കാൻ പറ്റുന്ന. ഹോയ് ആരോ നമ്മളെ രക്ഷിക്കാൻ വന്നിട്ടുണ്ടേ. ഹലോ എന്തേ? നീ ഓക്കെ അല്ലേ? ഞാൻ ഓക്കെ ചേട്ടാ. താങ്ക് യു വെരി മച്ച്. എന്നെ രക്ഷിച്ചേനി. എന്താ സംഭവിച്ചെന്ന് പോലും ഓർമ്മയില്ല. കണ്ണെല്ലാം പിള്ളേരുടെ ആയിട്ടായില്ലേ. അയാള് നിന്നെ അടിച്ച് നീ ട്രെയിനിന്റെ റെയിൽപാളത്തിൽ വീണ്. ഞാനാ നിങ്ങളെ രക്ഷിച്ച ട്രെയിൻ വരുന്നതിന് മുമ്പ്. പക്ഷെ നമുക്ക് ഓനെ രക്ഷിക്കാൻ കഴിയില്ല. ഓനാടെ ട്രെയിനിൽ വീണ് മരിച്ചു. താങ്ക് യു ചേട്ടാ. നിങ്ങൾ അവന്റെ ജീവൻ രക്ഷിച്ചു. താങ്ക് യു. താങ്ക് യു. അയാൾ ട്രെയിനിന്റെ റെയിൽപാളത്തിൽ വീണ് മരിച്ചേട്ടോ. എന്നിട്ട് എന്തോ നടന്നിട്ടുണ്ട്. പിറ്റേ ദിവസമായി. ന്യൂസ് പേപ്പറിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടോ നോക്കട്ടെ. ഈ ആഴ്ച മൊത്തം മോശമാണ്. മരിക്കാനായി. എന്തെല്ലാം നടന്നെന്നറിയോ? കുറെ കൊലപാതകങ്ങൾ നടന്ന്. പത്രത്തിൽ എന്തെങ്കിലും വന്നിട്ടോ നോക്കട്ടെ. ന്യൂസ് പേപ്പറിൽ മാൻ കമ്മിറ്റഡ് സൂയിസൈഡ് ബൈ. ഓനെ ആത്മഹത്യ ചെയ്തെന്നാണ് പത്രത്തിൽ വന്നിട്ടില്ല കേട്ടോ. അടുത്ത ഓർഡർ വരുന്നുണ്ട്. ഇനി എന്താന്ന് ഇത് തീരൂല ഇപ്പോ? ഏട്ടാ വടാപ്പാവിന്റെ പൈസ എത്ര? 20 രൂപ. വടാപ്പാപ്പിന് 20 രൂപ. അന്നൊരു വടാപ്പാവ് ഒരു ചായയും. ഏട്ടാ 10 രൂപയല്ലൂ. ബാക്കിയോ? അല്ല പഴയകാല ഓർമ്മ വരുന്നു. ഇയാൾക്ക് കൊടുത്തില്ലെങ്കിൽ ഇയാളോ അതിന് തിരിച്ച് റിവഞ്ച് ചെയ്യാൻ വരും. ഗെയിം തീർന്നിട്ടാ. ഓക്കെ ഗൈസ്, ഗെയിം തീർന്നാ തോന്നുന്നു. സംഭവം നമുക്കൊരു ഇതാണ് പാഠം തന്നതാണ്. വിശക്കുന്നവന്റെ വിശപ്പ് മാറ്റുക. ഓക്കെ, താങ്ക് യു ഫോർ പ്ലേയിങ്. ഓക്കെ ഗൈസ്, ഗെയിം കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഗെയിം കേട്ടോ. നല്ലൊരു സ്റ്റോറിയാണ്. സോ ഗൈസ്, നമ്മളെ ഫസ്റ്റ് വീഡിയോ ആണ്. എല്ലാവരും ലൈക്ക് ചെയ്ത് നോക്കുക. സോ ഗൈസ്, ഈ വീഡിയോ നിങ്ങൾക്ക് കൂടെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ. കസ്റ്റമേഴ്സിന്റെ പേരാണ് അഭിഷേക് ആനന്ദ്. ഓക്കെ, ബോണസ് ക്ലിപ്പ്.
പൊന്നെ